കേരളപ്പിറവിയുടെ 64ാമത് വാർഷികത്തോടനുബന്ധിച്ച് മലയാള മിഷൻ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന അക്ഷരോത്സവം പ്രഭാഷണ പരമ്പര ലോകമെങ്ങുമുള്ള മലയാളികൾ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കഴിഞ്ഞു. ഏറെ സന്തോഷവും കൗതുകവും പകരുന്ന ഒരു സംഭാഷണത്തിലേക്കാണ് ഇന്ന് നാം കടക്കുന്നത്. മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായ എഴുത്തുകാരി സാറാ ജോസഫിന്റെ മകളും സമകാലിക നോവൽ സാഹിത്യത്തിലെ ശ്രദ്ധേയ വ്യക്തിത്വമായ സംഗീത ശ്രീനിവാസനും തമ്മിലുള്ള ഒരു പരസ്പര സംഭാഷണം. ഭാഷയിലെ ലിംഗരാഷ്ട്രീയം എന്ന വിഷയത്തെക്കുറിച്ച് സാറാ ജോസഫും സംഗീത ശ്രീനിവാസനും ഇന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ അത് കന്യകയുടെ പുല്ലിംഗത്തെക്കുറിച്ച് മലയാളിയോട് ആദ്യമായി ചോദിച്ച ഒരു എഴുത്തുകാരിയും ആസിഡ് എന്ന നോവലിലൂടെ മലയാളി പെൺകാമനകളിൽ സംഭവിച്ച വിപ്ലവകരമായ മാറ്റത്തെക്കുറിച്ച് പുതുതലമുറ മലയാളിയോട് സംവദിച്ച ഒരു എഴുത്തുകാരിയും തമ്മിലുള്ള ഒരു ചരിത്ര സന്ധ്യ കൂടിയായിട്ട് മാറുകയാണ്. എന്തുകൊണ്ടാണ് ഭാഷയിൽ ചില വാക്കുകൾക്ക് ആൺപദങ്ങൾ ഇല്ലാത്തത് എന്ന സാംസ്കാരിക അന്വേഷണത്തിലേക്ക്, കന്യകാത്വം പോലെയുള്ള സദാചാര സംഹിതകൾ സ്ത്രീകൾക്ക് മാത്രമാണെന്ന ലിംഗപരമായ അസമത്വത്തിലേക്ക് വായനക്കാരെ നയിച്ച ഒരു കഥയായിരുന്നു കന്യകയുടെ പുല്ലിംഗം എന്ന സാറ ടീച്ചറുടെ കഥ. മലയാളി സാംസ്കാരിക ആൺബോധത്തിലേക്കുള്ള ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് എന്ന് തന്നെ പറയാം. പാപത്തറ എന്ന സാറ ടീച്ചറുടെ കഥാസമാഹാരത്തിന്റെ ആമുഖത്തിലാണ് പ്രശസ്ത കവി സച്ചിദാനന്ദൻ പെണ്ണെഴുത്ത് എന്ന ഒരു വാക്ക് ആദ്യമായി പ്രയോഗിക്കുന്നത്. ഭാഷയിലും ജീവിതത്തിലുമുള്ള ആൺമേധാവിത്വത്തോട് നമ്മുടെ പെൺമ ഉയർത്തിയ കലാപങ്ങളുടെയും ചർച്ചകളുടെയും ചോദ്യങ്ങളുടെയും സജീവമായ ഒരു കാലഘട്ടത്തിന്റെ ഒരു വഴിത്തിരിവിന്റെ തുടക്കം കൂടിയായിരുന്നു അത്. എഴുത്തിൽ മാത്രമല്ല, സാമൂഹികമായും രാഷ്ട്രീയമായും മാറ്റങ്ങൾക്ക് വഴി തുറന്ന ഒട്ടേറെ സമരങ്ങൾക്കും സന്നദ്ധ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയ ഒരു വ്യക്തിത്വം കൂടിയാണ് സാറ ടീച്ചർ. പട്ടാമ്പി കോളേജിൽ മാനുഷി എന്നുള്ള ഒരു സംഘടനയിലൂടെ കേരളത്തിലെ തന്നെ എല്ലാ സ്ത്രീമുന്നേറ്റ ചരിത്രങ്ങൾക്കും ഒരു മാതൃകയും ഒരു സംഘടനാ ബോധവും പകർന്നു നൽകിയ ആ ഒരു സംഘടനയുടെ സ്ഥാപക കൂടിയാണ് സാറ ടീച്ചർ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും വയലാർ അവാർഡും മറ്റൊട്ടനവധി പുരസ്കാരങ്ങളും നേടിയ ആലാഹയുടെ പെൺമക്കൾ എന്ന നോവലിലൂടെ നമ്മുടെ നോവൽ സാഹിത്യത്തിലും അരികുവൽക്കരിക്കപ്പെട്ട പ്രാദേശിക ജനതയുടെ വ്യത്യസ്ത ആഖ്യാന രീതിയിലൂടെ അവർ മറ്റൊരു പുതിയ രീതിയിലുള്ള സ്ഥലഭാവനയെ അവതരിപ്പിച്ചു. പൊതപ്പ്, മാറ്റാത്തി, ആദി, ഊരുകാവൽ, ആളോഹരി ആനന്ദം, ബുധിനി എന്നിവയാണ് പ്രധാന നോവലുകൾ. ഒന്നിനൊന്ന് വ്യത്യസ്തമായ പ്രമേയങ്ങളിലൂടെ മലയാളി സ്ത്രൈണസത്തയിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളെ അവതരിപ്പിക്കുന്നവയാണ് സാറ ടീച്ചറുടെ നോവലുകൾ. അവസാന നോവലായ ബുധിനിയിലേക്ക് എത്തുമ്പോഴേക്കും ഈ ഒരു കേരള പരിപ്രേക്ഷ്യം എന്നത് മാറി വിശാലമായ ഒരു ഇന്ത്യൻ എന്ന് വിളിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് ടീച്ചറുടെ പ്രമേയ പരിസരം വികസിക്കുന്നതായി നാം കാണുന്നു. മാതൃഭൂമി.കോമിലൂടെ ഈ വർഷം പുറത്തിറങ്ങിയ എസ്തർ എന്ന നോവൽ ഈ നോവൽ എന്നുള്ള രീതിയിൽ ടീച്ചറുടെ മറ്റൊരു പരീക്ഷണാത്മകമായ ഒരു ചുവടെഴുത്ത് കൂടിയാണ്. മലയാളിയുടെ സാഹിത്യ ചരിത്രത്തിലും സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തിലും ഒരുപോലെ പ്രതിഷ്ഠ നേടിയ സാറാ ജോസഫ് എന്ന അനുപമ പ്രതിഭയെ മലയാള മിഷന്റെ അക്ഷരോത്സവം പ്രഭാഷണ പരമ്പരയിലേക്ക് സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മലയാളത്തിലും ഇംഗ്ലീഷിലും നോവലുകൾ എഴുതുന്ന, വിവർത്തനങ്ങൾ ചെയ്യുന്ന സംഗീത ശ്രീനിവാസൻ സമകാലിക മലയാള സാഹിത്യത്തിലെ വ്യത്യസ്തമായ ഒരാഖ്യാന ശൈലിയുടെ ഉടമയാണ്. ആസിഡ് എന്ന പേരുപോലെ പൊള്ളിക്കുന്ന ഒരു വായനാനുഭവമാണ് സംഗീതയുടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട തോപ്പിൽ രവി പുരസ്കാരം ഉൾപ്പെടെ പല പുരസ്കാരങ്ങൾ ലഭിച്ച ആസിഡ് എന്ന നോവൽ. ആദ്യ നോവലായ അപരകാന്തി തുടങ്ങി വ്യത്യസ്തമായ തലക്കെട്ടിൽ തന്നെ ശ്രദ്ധ നേടിയ ശലഭം, പൂക്കൾ, എയ്റോപ്ലെയിൻ എന്ന നോവൽ വരെ എത്തി നിൽക്കുന്ന സംഗീത ശ്രീനിവാസന്റെ രചനാലോകം സ്വാതന്ത്ര്യത്തിന്റെ പുതിയ തലങ്ങളിലേക്ക് എത്തിച്ചേർന്ന സ്ത്രൈണസത്തയുടെ കുതിപ്പുകളും കൗതുകങ്ങളും മിടിച്ചു നിൽക്കുന്നവയാണ്. കുസലില്ലായ്മയുടെ ഒരു കുറുമ്പു ഭാഷ അവയിലെല്ലാം മിന്നി നിൽക്കുന്നതായി കാണാൻ സാധിക്കും. എഴുത്തുകാരിയായ അമ്മയുടെ മകൾ, എഴുത്തുകാരിയാവാൻ ആഗ്രഹിക്കാതിരുന്ന ഒരാൾ, ജീവിതത്തിന്റെ ഒരു സവിശേഷ ഘട്ടത്തിൽ വെച്ച് വാക്കാണ് തന്റെ ശമിപ്പിക്കുന്ന വഴിയെന്ന് തിരിച്ചറിയുന്നതിനെപ്പറ്റി സംഗീത തന്നെ തന്റെ പല അഭിമുഖങ്ങളിലും എഴുത്തുകളിലും സൂചിപ്പിച്ചിട്ടുണ്ട്. എലേന ഫെറാൻഡയുടെ പ്രസിദ്ധ നോവലായ ഡേയ്സ് ഓഫ് അബാൻഡൻമെന്റ് എന്ന നോവലിന്റെ പരിഭാഷയിൽ തുടങ്ങി വിവർത്തന മേഖലയിലും
സജീവമാണ് സംഗീത. വ്യക്തിപരമായും ഏറെ പ്രിയപ്പെട്ട രണ്ടുപേരെ അവതരിപ്പിക്കുന്നതിൻ്റെ സന്തോഷം കൂടി പങ്കുവെക്കുകയാണ്. പട്ടാമ്പി സംസ്കൃത കോളേജിൽ എൻ്റെ അധ്യാപികയായിരുന്നു സാറ ടീച്ചർ. കേരളത്തിലെ സഹപ്രവർത്തക എന്നുള്ള രീതിയിൽ എത്രയോ കാലത്തെ അടുപ്പം സംഗീതയുമായിട്ടുണ്ട്. ഭാഷയിലും ജീവിതത്തിലും 2 തലമുറകളുടെ ഈ കൂടിക്കാഴ്ച, 2 ജനിതകങ്ങളുടെ കൂടിക്കാഴ്ച ലോകമെങ്ങുമുള്ള മലയാളികൾക്കായി മലയാള മിഷനിലൂടെ സ്നേഹാദരപൂർവ്വം അവതരിപ്പിക്കുന്നു. പാപത്തറയുടെ അവതാരികയിൽ എഗ്രിച്ചർ ഫെമിനിൻ എന്ന സാഹിത്യശാഖയുടെ സമാന രൂപമായിട്ട് പെണ്ണെഴുത്ത് എന്ന ആശയം മലയാളത്തിൽ സച്ചിദാനന്ദൻ ആദ്യമായിട്ട് അവതരിപ്പിക്കുകയുണ്ടായി. അതുവരെ മലയാളം കേട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ മലയാളത്തിൽ ഉണ്ടായിരുന്നിട്ടില്ലാത്തൊരു പദമാണ് അന്ന് വന്നത്. അത് കുറേ വിമർശനങ്ങൾക്ക് വിധേയമാവുകയും ഉണ്ടായിട്ടുണ്ട്. ഒരു എഴുത്തുകാരി എന്ന നിലയിൽ എങ്ങനെയാണ് താങ്കൾ അതിനെ നോക്കിക്കാണുന്നത്? പെണ്ണെഴുത്ത് എന്ന വാക്ക് ഒരു ആശയത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് വന്നിട്ടുള്ളതാണ്. നമുക്കറിയാം, അതുവരെ മലയാള സാഹിത്യത്തിൽ ഉണ്ടായിട്ടില്ലാത്ത സ്ത്രീപക്ഷ എഴുത്തിൻ്റെ, അതല്ലെങ്കിൽ സ്ത്രീ വിമോചനാശയങ്ങൾ ഉൾക്കൊള്ളുന്ന എഴുത്തിൻ്റെ ഒരു കടന്നുവരവ്, അതിൻ്റെ ഒരു ആഘോഷം പോലെയാണ് പെണ്ണെഴുത്ത് എന്ന് പറയുന്ന വാക്ക് മലയാള സാഹിത്യത്തിലുണ്ടായത്. അതിനു മുമ്പും സ്ത്രീകളുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് സാഹിത്യകൃതികൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും 80കളിൽ കേരളത്തിൽ വളരെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ട സ്ത്രീ വിമോചനാശയങ്ങൾ, ആ ആശയങ്ങളെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഉണ്ടായ സാഹിത്യ രചനകൾ, ആ രചനകളുടെ മുഴുവനും ഒരു വാക്കായിട്ടാണ് പെണ്ണെഴുത്ത് എന്ന് പറയുന്ന വാക്ക് സച്ചിദാനന്ദൻ അവതരിപ്പിക്കുന്നത്. ഭാഷ എല്ലായ്പ്പോഴും അങ്ങനെയാണ്. വാക്ക് വെറും വാക്കായിട്ട് കടന്നു വരില്ല. വാക്കിൻ്റെ പിന്നിൽ അതിനെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ആശയം ഉണ്ടായിരിക്കും. അത് ആശയമോ വസ്തുവോ പ്രവൃത്തിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. പെണ്ണെഴുത്ത് എന്ന പദം കടന്നു വന്നതോടുകൂടി സാഹിത്യത്തിൽ ഉണ്ടായിട്ടുള്ള വളരെ വിപ്ലവകരമായ ചർച്ച, ആ ചർച്ച മലയാള ഭാഷയെ തന്നെ പരിശോധിക്കുന്നതിന്, സ്ത്രീയുടെ പക്ഷത്തു നിന്നുകൊണ്ട് ഭാഷയെ പരിശോധിക്കുന്നതിന് നമ്മളെ പ്രാപ്തരാക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കാരണം എന്താണ് പെണ്ണെഴുത്ത് എന്ന ചോദ്യം, ഇപ്പോൾ സംഗീതം നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വിമർശന വിധേയമായൊരു വാക്കാണത്. അതിന് കാരണം പെണ്ണ് എന്ന് പറയുന്നൊരു പദമാണെന്ന് എനിക്ക് തോന്നുന്നു. സ്ത്രീ എന്ന വാക്ക് ബഹുമാന സൂചകമാണെന്നും പെണ്ണ് എന്ന വാക്ക് ഒരു തരംതാണ വാക്കാണെന്നുള്ളൊരു ബോധം മലയാളിയുടെ മനസ്സിലുണ്ട്. സാഹിത്യ ഭാഷയിൽ സ്ത്രീക്ക് കിട്ടുന്ന, സ്ത്രീ എന്ന വാക്കിന് കിട്ടുന്ന ഒരു ഗൗരവമോ അല്ലെങ്കിൽ ബഹുമാനമോ പെണ്ണ് എന്ന് പറയുന്ന പദത്തിനില്ല എന്ന് പറയുമ്പോൾ വളരെ അത്ഭുതം തോന്നും. കാരണം പെണ്ണ് എന്ന വാക്ക് തനി മലയാളവും സ്ത്രീ എന്ന വാക്ക് സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് കടന്നു വന്നതുമായ ഒരു വാക്കാണ്. അവിടെ നമുക്ക് നമ്മുടെ ഭാഷയിൽ നമ്മൾ എന്തുകൊണ്ടാണ് പെണ്ണ് എന്ന് പറയുന്ന തനി മലയാള പദത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ അർഹിക്കുന്ന ഒരു ബഹുമാനം നൽകാതെ കണ്ട് സ്ത്രീ എന്ന വാക്കിനെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചത് എന്നതും നേരത്തെ പറഞ്ഞതുപോലെ ആശയത്തിൻ്റെ തന്നെ, ആ വാക്കുകളുടെ പിന്നിലുള്ള ആശയത്തെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്ത്രീ എന്ന വാക്ക് അല്ലെങ്കിൽ പുരുഷൻ എന്ന് പറയുന്ന വാക്ക് കടന്നു വരുന്നത് സംസ്കൃതവുമായി ഭാഷയ്ക്കുള്ള ബന്ധമുണ്ടാകും. സംസ്കൃത ഭാഷ ഏത് രീതിയിലുള്ള ഒരു സമൂഹത്തെയാണ്, ഭാഷാ സമൂഹമാണ് സംസ്കൃത ഭാഷ കൈകാര്യം ചെയ്തിരുന്നതെന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുക, ഒരു പുരുഷാധിപത്യപരമായ അധികാര വ്യവസ്ഥ നിലനിർത്തുന്ന ഒരു ഭാഷാ സമൂഹത്തിൻ്റെ ഭാഷയാണ് സംസ്കൃതം എന്ന് തന്നെയാണ്. അതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. നമുക്ക് ഭാഷയിലുടനീളം ഭാഷയിലെ പദങ്ങളും ഭാഷയുടെ വ്യാകരണവും അതുപോലെ തന്നെ ഭാഷയിലെ ചൊല്ലുകളും ശൈലികളും ഒക്കെ പരിശോധിച്ചാൽ എല്ലാ ഭാഷയിലും അത്തരത്തിലുള്ള പരിശോധനകൾ സ്ത്രീയുടെ അവകാശത്തിൻ്റെയും സ്ത്രീയുടെ സ്വത്വത്തിൻ്റെയും അല്ലെങ്കിൽ സ്വത്വ ചിന്തയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും സ്ത്രീ വിരുദ്ധമാണ് പല ഭാഷകളും.
സ്ത്രീ വിരുദ്ധമല്ലാത്ത ഭാഷ ഉണ്ടോ എന്ന് തന്നെയും എനിക്ക് സംശയമാണ്. ഇപ്പോൾ ചൈനയിലൊക്കെ ആണെങ്കിൽ സ്ത്രീകൾക്ക് മാത്രം സംസാരിക്കാൻ വേണ്ടിയിട്ടൊരു ഭാഷ ഉണ്ടായിരുന്നു, രഹസ്യ ഭാഷ, ഒരു നിഗൂഢ ഭാഷ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെ ഒരു ആവശ്യം എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഉണ്ടാകുന്നത്? ഒരു പൊതുഭാഷ ഉണ്ടായിരിക്കെ, ആണിനും പെണ്ണിനും സംസാരിക്കാവുന്ന ഒരു ഭാഷ ഉണ്ടായിരിക്കെ, സ്ത്രീകൾക്ക് മാത്രം സ്വന്തം കാര്യങ്ങൾ പറയാൻ എന്തുകൊണ്ടാണ് ഒരു രഹസ്യ ഭാഷ വേണ്ടി വരുന്നത് എന്ന ചിന്തയിൽ നിലനിൽക്കുന്ന പൊതുഭാഷ അല്ലെങ്കിൽ മുഖ്യധാരാ ഭാഷ സ്ത്രീ വിരുദ്ധമായ പല സംഗതികളും ഉൾക്കൊള്ളുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. ഈ നേരത്തെ പറഞ്ഞതുപോലെ പെണ്ണെഴുത്ത് എന്ന് പറയുന്ന ആ ഒരു സാഹിത്യ ശാഖ മലയാളത്തിൽ ഉണ്ടാകുമ്പോൾ ഭാഷയിൽ നടത്തിയ പരിശോധന വളരെ അർത്ഥവത്തായ ഒന്നായിരുന്നു. മലയാള ഭാഷയുടെ വ്യാകരണത്തെ, ഭാഷയിൽ നിന്ന് മറ്റു ഭാഷകളിൽ നിന്ന് മലയാളത്തിലേക്ക് കടന്നു വരുന്ന പദങ്ങൾ വഹിച്ചിരുന്ന ആശയത്തെ, അധികാര വ്യവസ്ഥയെ ഒക്കെ ചോദ്യം ചെയ്തുകൊണ്ടാണ് മലയാളത്തിലെ ഒരു വലിയ ഭാഷാ നവീകരണത്തിന് ശ്രമം നടന്നത്. പെണ്ണെഴുത്തിന്റെ പ്രസക്തി എന്ന പേരില് മാതൃഭൂമി ആഴ്ചപ്പതിപ്പില് ഒരു ലേഖനം എഴുതുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും ഒരുപാട് വിമർശനങ്ങൾ ഇതുപോലെ വരികയുണ്ടായി. അപ്പൊ ശരിക്കും സാഹിത്യത്തിൽ അങ്ങനെ ഒരു സ്ത്രീയുടെ ഒരു ഭാഷ, ദളിത്തിന് ഒരു ഭാഷ, അങ്ങനെ ഒരു വേർതിരിവ് അതിനെ കുറിച്ച് എന്താ വ്യക്തമാക്കാം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ത്രീ ഒരു സാഹിത്യകൃതി വായിക്കുമ്പോൾ ആ സാഹിത്യകൃതിയിൽ അവളെ തരം താഴ്ത്തുന്നതോ അല്ലെങ്കിൽ അവളെ അദൃശ്യയാക്കുന്നതോ അതല്ലെങ്കിൽ അവളെ ഏറ്റവും മോശമായി ചിത്രീകരിക്കുന്നതോ അവളെ അതിരുവൽക്കരിക്കുന്നതോ ആയ പലതരത്തിലുള്ള പ്രയോഗങ്ങൾ, പലതരത്തിലുള്ള ആശയങ്ങൾ, പലതരത്തിലുള്ള ശൈലികൾ, പഴഞ്ചൊല്ലുകൾ ഇതൊക്കെ കണ്ടെത്തുകയാണ്. അത് ഒരു സ്ത്രീ തീർച്ചയായിട്ടും ഫെമിനിസ്റ്റ് രാഷ്ട്രീയം ഉൾക്കൊള്ളുമ്പോഴാണ് അത്തരത്തിൽ ഭാഷയെ പരിശോധിക്കാൻ തോന്നുക. അല്ലാത്തപ്പോൾ മുഖ്യധാരാ ഭാഷയുടെ ഭാഗമായി അബോധപൂർവം തന്നെ ഇകഴ്ത്തിക്കൊണ്ട് അവളും ആ ഭാഷ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകും. അങ്ങനെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ സ്ത്രീകൾക്ക് വരുന്നത്, സ്ത്രീകൾ ഭാഷയെ അവരുടെ നേരത്തെ പറഞ്ഞതുപോലുള്ള അവരുടെ അവകാശബോധത്തിൻ്റെയും അവരുടെ നിലനിൽപ്പിൻ്റെയും അതുപോലെ തന്നെ അവരുടെ തിരിച്ചറിവിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഭാഷയെ സമീപിക്കുമ്പോഴാണ്, ഭാഷയെ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോഴാണ്. അത്തരത്തിൽ ഭാഷയെ സൂക്ഷ്മമായി പരിശോധിക്കുന്നതിനുള്ള ആദ്യകാല ശ്രമം ആയിട്ടാണ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലെ ഞാൻ പെണ്ണെഴുത്തിൻ്റെ പ്രസക്തി എന്ന പേരിലൊരു ലേഖനം എഴുതുണ്ടായത്. 80കളിലെ എല്ലാ സമസ്ത തലങ്ങളിലും ഉള്ള നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത തലങ്ങളെയും സ്ത്രീയുടെ കാഴ്ചപ്പാട് കൂടെ കാണാനും അപഗ്രഥിക്കാനും വിലയിരുത്താനുള്ള ഒരു ശ്രമം നടക്കുകയുണ്ടായിട്ടുണ്ട്. അത് ഭാഷയുടെ മാത്രമല്ല, സയൻസിലായാലും വൈദ്യശാസ്ത്ര രംഗത്തായാലും സാഹിത്യത്തിലായാലും അതുപോലെ തന്നെ മറ്റ് എല്ലാ മേഖലകളിലും തന്നെ രാഷ്ട്രീയത്തിലുമൊക്കെ എല്ലാ മേഖലകളിലും സ്ത്രീയുടെ പക്ഷത്തു നിന്ന് നമ്മുടെ ജീവിതത്തെ കാണുക, അതിനെ വിലയിരുത്തുക, അതിനെ വിമർശിക്കുക, അതിനെ മറിച്ച ഒരു ബദൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ ശ്രമങ്ങളാണ് 80കളിൽ നടന്നിട്ടുള്ളത്. അതിൻ്റെ ഫലമായിട്ട് ഏറ്റവും കൂടുതൽ ആശയപ്രകാശനത്തിൻ്റെ ഉപാധിയായിട്ടുള്ള ഭാഷയിൽ തന്നെയാണ് വലിയ മാറ്റം വരുത്തേണ്ടത്. നമുക്കറിയാം, നമ്മുടെ ആശയങ്ങൾ നമ്മൾ മറ്റൊരാളിലേക്ക് പകരുന്നതിനുള്ള ഏറ്റവും ശക്തമായ ഉപാധിയാണ് ഭാഷ. അതിനാൽ ഒരു നിലനിൽക്കുന്ന ഒരു ആശയം അല്ലെങ്കിൽ ഒരു മൂല്യം തെറ്റാണെന്നും തനിക്ക് വിരുദ്ധമാണെന്നും തിരിച്ചറിയുന്ന ഒരു സ്ത്രീയെയും ദളിത്തിനെയും സംബന്ധിച്ചിടത്തോളം അതിനെ പ്രതിനിധാനം ചെയ്യുന്ന വാക്കുകളിലും ശൈലികളിലും ഒക്കെ തന്നെ വലിയ മാറ്റം വരുത്തുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ്. ആ രീതിയിലാണ് പെണ്ണെഴുത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്ന ലേഖനത്തിൽ മലയാള ഭാഷയെ നോക്കിക്കാണാനുള്ളൊരു ശ്രമം ഞാൻ നടത്തിയത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാവുന്ന പോലെ പടിഞ്ഞാറ് നാടുകളിലൊക്കെ ഇത് വളരെ മുമ്പേ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരുന്ന ഒരു സംഗതിയാണ്. എല്ലാ രീതിയിലും ഉള്ള വാക്കുകളുടെ ഒരു മാറ്റം എന്ന് പറയുന്നത്. അങ്ങനെ വന്നതിലാണ് എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ഇപ്പോൾ ചെയർമാൻ എന്ന് പറയുന്ന പദം പ്രതിനിധീകരിക്കുന്നത്
പുരുഷന് മാത്രമാണ് എന്നും അവിടെ സ്ത്രീ ഇല്ല എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടുപേരെയും ഒരുപോലെ പ്രതിനിധീകരിക്കുന്ന ചെയർപേഴ്സൺ എന്ന് പറയുന്ന പദം മതി എന്ന ഒരു 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 തിരിച്ചറിവും അതിൻ്റെ ഒരു സ്വീകാര്യതയും. ഈ സ്വീകാര്യത അത്ര എളുപ്പമല്ല. കാരണം ഭാഷ ഒരു ശീലമാണ്. ഈ ശീലം മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമേറിയിട്ടുള്ള കാര്യമാണ്. ഭാഷ ഉപയോഗിക്കുന്ന ശീലം എന്ന് പറയുന്നത് വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒന്നാണ്, വളരെ ആഴത്തിൽ വേരോടിയ ഒന്നാണ്. അത് മാറ്റി മറ്റൊന്ന് ശീലിപ്പിച്ചെടുക്കുക എന്നുള്ളത് പ്രയാസമാണ്. പക്ഷേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നാം ശീലിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം സ്ത്രീ വിരുദ്ധമാണെന്നും ദളിത് വിരുദ്ധമാണെന്നും തിരിച്ചറിയുമ്പോൾ അത് മാറ്റുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് മാറ്റേണ്ടിയിരിക്കുന്നു. അത് മാറ്റി എല്ലാവർക്കും ഇടമുള്ള ഒരു ഭാഷ സൃഷ്ടിക്കപ്പെടുക തന്നെ വേണം. അങ്ങനെ ദളിത്തിനും പരിസ്ഥിതിക്കും സ്ത്രീക്കും ഇടമുള്ള ഭാഷ സൃഷ്ടിക്കുക എന്നുള്ളത് ലോകത്താകമാനം നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണങ്ങൾ തന്നെയാണ്. ആ അന്വേഷണങ്ങളുടെ ഭാഗമായിട്ടാണ് മലയാളത്തിലും അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ ഉണ്ടായത്. ഏറ്റവും നല്ല ഉദാഹരണം, ഞാൻ എന്ന് പറയാൻ അവകാശമില്ലാതിരുന്ന ഒരു ജനവിഭാഗമായിട്ട് ഇവിടുത്തെ ദളിത് വിഭാഗങ്ങൾ ചരിത്രത്തിൽ നിലനിന്ന് പോന്നിരുന്ന നൂറ്റാണ്ടുകളുണ്ട്. ഈ നൂറ്റാണ്ടുകളിലെല്ലാം തന്നെ അവരെ ഞാൻ എന്ന പദം തന്നെ സൂചിപ്പിക്കാൻ അവകാശബോധത്തോടുകൂടി അധികാരബോധത്തോടുകൂടി ഉപയോഗിച്ചിരുന്നില്ല. പകരം അവരുപയോഗിച്ചിരുന്നത് അടിയൻ, റാൻ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ഏറ്റവും വലിയ അടിമത്തത്തിൻ്റെ ഒരു ഭാഷയായിരുന്നു. അപ്പോൾ അടിമത്തത്തിൻ്റെ ഭാഷ ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു വലിയ ജനവിഭാഗവും യജമാനന്റെ ഭാഷ ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു ചെറിയ ജനവിഭാഗവും തമ്മിലുള്ള വലിയ അന്തരം നമ്മുടെ ഭാഷയിൽ കാണാൻ സാധിക്കും. അങ്ങനെയാണ് സ്ത്രീയും അടിയാളനും ഭാഷാപരമായ അടിമത്തത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കേണ്ടി വന്നത്. അതിൻ്റെ ആ ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ആ ഒരു പൊളിറ്റിക്കൽ ബോധം, ആ ബോധമാണ് സത്യത്തിൽ ഭാഷയിൽ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നതും അതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ ഭാഷയിൽ നവീകരണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. കാലാകാലങ്ങളിൽ ഭാഷ നവീകരിക്കപ്പെട്ടിട്ടുണ്ട്, നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ ഭാഷാ പിതാവ് എന്ന് വിളിക്കുന്ന എഴുത്തച്ഛൻ, തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള ഭാഷയെ ഒരു ക്രമീകരിച്ച് മലയാള ഭാഷയ്ക്ക് ഒരു മലയാള ഭാഷയുടെ പിതാവ് എന്ന് പറയുന്ന സ്ഥാനത്തിന് അർഹനായ ആ ഒരു സമയം വരെയും മലയാള ഭാഷയിൽ നിലനിന്നിരുന്ന സംസ്കൃത ആധിപത്യവും അതുപോലെയുള്ള പലതരത്തിലുള്ള ആധിപത്യങ്ങൾക്ക് അപ്പുറത്ത് നമുക്ക് സ്വന്തം ഒരു ഭാഷ എന്ന രീതിയിലുള്ള ഒരു വലിയ മാറ്റം കൊണ്ടുവരികയുണ്ടായിട്ടുണ്ട്. ഇത് വളരെ സൂക്ഷ്മതലത്തിൽ നടക്കുന്ന ഒരു അന്വേഷണമാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പെണ്ണെഴുത്തിൻ്റെയും അതല്ലെങ്കിൽ ദളിത് എഴുത്തിൻ്റെയും ഒക്കെ പ്രസക്തിയും പ്രാധാന്യവും സൂചിപ്പിക്കുന്നത്. അപ്പൊ കന്യകയുടെ പുല്ലിംഗം എന്ന ആ ഒരു കഥ എഴുതാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു സംഗതിയാണത്. പലപ്പോഴും സ്ത്രീയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങൾ മലയാളത്തിലെ തെറി സാഹിത്യം മുഴുവനും പരിശോധിച്ച് നോക്കുക, തെറിപ്പദങ്ങൾ പരിശോധിച്ച് നോക്കുക. ഈ തെറിപ്പദങ്ങളിൽ 99% സ്ത്രീയെ മോശമായി ചിത്രീകരിക്കുന്ന പദങ്ങളാണ്. ഒന്നുകിൽ സ്ത്രീയെ, അതല്ലെങ്കിൽ അവളുടെ ലൈംഗിക വൃത്തിയെ, അതുമല്ലെങ്കിൽ അവളുടെ ശരീരത്തെ അപഹസിക്കുകയും പരിഹസിക്കുകയും ഇടിച്ചു താഴ്ത്തുകയും അധാർമികമാക്കുകയും ഒക്കെ ചെയ്യുന്ന പദങ്ങളാണ് നമ്മുടെ തെറി പദങ്ങളുടെ ഒരു സഞ്ചയമാകെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുക. സ്ത്രീവിരുദ്ധമായ ഒരു ഭാഷ. ഈ സ്ത്രീവിരുദ്ധ ഭാഷയുടെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിട്ട് അന്നൊക്കെ നമ്മൾ ചൂണ്ടിക്കാട്ടിയത് വേശ്യ എന്ന് പറയുന്ന പദമാണ്. വേശ്യ എന്ന് പറയുന്ന പദം അതിന് പുല്ലിംഗ ശബ്ദമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതെന്തുകൊണ്ട് എന്ന ഒരു അന്വേഷണം അന്നൊക്കെ വളരെ സജീവമായി ചർച്ച നടന്നിരുന്നു. വേശ്യ എന്ന് പറയുന്ന വേശ്യാവൃത്തി എന്ന് പറയുന്ന ആ ഒരു തൊഴില്, ആ തൊഴിലിൽ ഏർപ്പെടുന്നത് 2 പേരാണ്. ഒരാൾ അതിലെ തൊഴിലുപകരണവും തൊഴിലാളിയും ഒക്കെയായി നിൽക്കുമ്പോൾ മറ്റേയാൾ അതിൻ്റെ യജമാനനും അതിൻ്റെ സുഖം അനുഭവിക്കുന്നയാളും ആകുന്നു. അങ്ങനെ അതിൽ പക്ഷേ വേശ്യ എന്ന് പദം കൊണ്ട് ഈ തൊഴിലാളിയെ സൂചിപ്പിക്കുകയും ഒരേ പ്രവൃത്തി ചെയ്യുന്ന 2 ആളുകളിൽ മറ്റൊരാൾ, അയാളുടെ കയ്യിൽ പണമുണ്ട്, ഇത് വിലയ്ക്ക് വാങ്ങാൻ സാധിക്കും, ലൈംഗിക സുഖം വിലയ്ക്ക് വാങ്ങാൻ സാധിക്കും, സ്ത്രീ അവിടെ ഒരു ചരക്കാണ് എന്ന രീതിയിൽ നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ അയാളെ കുറ്റവാളിയാക്കേണ്ടതില്ല
എന്നർത്ഥത്തിൽ അയാളെ രക്ഷപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് വേശ്യ എന്ന വാക്കിന് തത്തുല്യമായ ഒരു പുല്ലിംഗ പദം ഇല്ലാതിരിക്കുന്നതിന് കാരണം. അതൊരു സാമൂഹ്യ വ്യവസ്ഥയാണ്. സ്ത്രീയെ ചരക്കുവൽക്കരിക്കുകയും ഈ ചരക്കിനെ വില കൊടുത്തു വാങ്ങി സുഖമനുഭവിക്കാൻ കഴിയും പുരുഷന് എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ നിലനിർത്തുകയും കാലാകാലങ്ങളിൽ അത് നിലനിന്ന് പോന്നിരുന്നു. ആദ്യകാലം തൊട്ടേ സ്ത്രീയുടെ ലൈംഗികതയിന്മേൽ കടിഞ്ഞാണിടുക എന്നുള്ളതാണ് പുരുഷാധിപത്യ സമൂഹം ചെയ്തു പോന്നിരുന്നത്. സ്ത്രീയുടെ ലൈംഗികതയിന്മേൽ കടിഞ്ഞാണിട്ടുകൊണ്ട് പുരുഷന്റെ ലൈംഗിക സ്വാതന്ത്ര്യത്തെ ആഘോഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ പുരുഷാധിപത്യ സമൂഹങ്ങൾ എല്ലാ കാലത്തും ചെയ്തു പോന്നിരുന്നത്. അതേസമയം സ്ത്രീക്ക് സ്വന്തം ശരീരത്തിന്മേൽ, സ്വന്തം ലൈംഗികതയിന്മേൽ സ്വയം നിർണയ അവകാശം എന്നത് ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു സാമൂഹിക വ്യവസ്ഥിതിയുടെ ഉൽപ്പന്നമാണ് വേശ്യ എന്ന് പറയുന്ന പദം. അപ്പൊ ആ പദത്തിന് എന്തുകൊണ്ട് തത്തുല്യമായ പുല്ലിംഗ പദം ഇല്ല എന്നുള്ളത് നമുക്ക് വ്യക്തമാക്കി തരുന്നത് സമൂഹത്തിൽ നിലനിൽക്കുന്ന വലിയ ഇരട്ടത്താപ്പ്, വലിയ വിവേചനം തന്നെയാണ്. ലിംഗപരമായ വലിയ ഇരട്ടത്താപ്പ് സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്ന ഒരു പദമാണ് വേശ്യ എന്ന് പറയുന്ന പദം. അതുകൊണ്ട് തന്നെ ആ കാലത്ത് എഴുത്തിൽ ഞാൻ വേശ്യ എന്ന് പറയുന്ന പദം ഉപയോഗിക്കില്ല എന്ന് തീർച്ചപ്പെടുത്തുകയും പകരം ഒരു പദം കണ്ടെത്താൻ നമുക്ക് വളരെ വിഷമമായി തീരുകയും ചെയ്തു. പദങ്ങളുടെ അന്വേഷണം തീർച്ചയായിട്ടും വലിയ സാമൂഹ്യ മാറ്റവുമായിട്ടും കൂടി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. വേശ്യ എന്ന് പറയുന്ന പദം ഉപയോഗിച്ച് ലൈംഗിക തൊഴിലാളി എന്ന് പറയുന്നൊരു വാക്ക് വന്നപ്പോഴും ഇതേ ഒരു അർത്ഥത്തില് വലിയ വാഗ്വാദനം നടക്കുകയുണ്ടായി. അതായത് ഇതൊരു തൊഴിലാണോ? ഇതൊരു തൊഴിലാണെങ്കിൽ ആ തൊഴിലിലെ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്നത് ആരാണ്? അങ്ങനെയൊക്കെയുള്ള കൂടുതൽ ചോദ്യങ്ങൾ ആ കാലഘട്ടത്തിൽ ഉയർന്നു വരികയുണ്ടായി. സമാനമായിട്ട് നമുക്കറിയാം, ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് തേർഡ് ജെൻഡറിനെ പറ്റി നമുക്ക് സൂചിപ്പിക്കാൻ നമുക്കൊരു പദമില്ല മലയാളത്തിലെ. നമുക്ക് അതിന് പര്യാപ്തമായ അല്ലെങ്കിൽ അവരുടെ അന്തസ്സും അവരുടെ ആത്മാഭിമാനവും പിന്നെ പ്രകടമാക്കുന്ന ഒരു വാക്ക് നമുക്ക് ഉപയോഗിക്കാനില്ല. പകരം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഇപ്പൊ നിലവിലുള്ള പദങ്ങളൊന്നും തന്നെ അവർക്ക് അത്ര കണ്ട് സ്വീകാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എസ്തർ എന്ന് പറയുന്ന നോവല് എഴുതുന്ന സമയത്ത് ഈ ഒരു പ്രശ്നം എനിക്ക് വല്ലാതെ അഭിമുഖീകരിക്കേണ്ടി വന്നു. കാരണം എസ്തർ എന്ന് പറയുന്ന നോവലിലെ ജെൻഡർ കഥാപാത്രങ്ങൾ ഇഷ്ടംപോലെ കടന്നു വരുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ രാജകൊട്ടാരത്തിലൊക്കെ ധാരാളം ഉദ്യോഗങ്ങൾ ഇവർക്ക് തന്നെ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് അന്തഃപുരങ്ങളിലൊക്കെ തന്നെ. എന്ന് തന്നെയുമല്ല അവർക്ക് വളരെ പ്രാധാന്യവും ഉണ്ടായിരുന്നു. അത്രയും പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾക്ക് ഒരു അന്തസ്സുള്ള ഒരു പേര്, ഒരു പദം അവരെ സൂചിപ്പിക്കാൻ വേണ്ടി മലയാളത്തിൽ ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ള എനിക്ക് വളരെ വിഷമം തോന്നി. അങ്ങനെയാണ് ഞാൻ അതിൻ്റെ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് തമിഴില് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തിരുനങ്ക എന്ന് പറയുന്ന വാക്ക് ഏറ്റെടുക്കുന്നത്. ഇതിനെപ്പറ്റി ഞാൻ മല്ലികയോട് സംസാരിക്കുകയുണ്ടായി. അപ്പൊ മല്ലികയാണ് എനിക്ക് പറഞ്ഞു തന്നത് തിരുനങ്ക, തിരുനമ്പി 2 വാക്കുകളുണ്ട്. അപ്പൊ ആ 2 വാക്കുകൾ മലയാളത്തിലും നമുക്ക് വളരെ അനായാസമായിട്ട് സ്വീകരിച്ച് നിലനിർത്താവുന്നതാണ്. വളരെ അന്തസ്സുള്ള മനോഹരമായിട്ടുള്ള 2 വാക്കുകളാണിത്. അപ്പൊ നമുക്ക് സ്ത്രീ, പുരുഷൻ, തിരുനങ്ക എന്ന് പറയുന്ന ആ 3 തത്തുല്യമായിട്ടുള്ള പദങ്ങൾ ലിംഗഭേദങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. എസ്തറിൽ ഞാൻ തിരുനങ്ക എന്ന് പറയുന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതുപോലെ അപ്പൊ നമുക്കറിയാം ഒരു തിരിച്ചറിവും അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ആവശ്യവുമാണ് ഒരു പദത്തെ സൃഷ്ടിക്കുന്നത്. അത്തരത്തിലുള്ള പദസൃഷ്ടികൾ പുതിയ ജ്ഞാന മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആയാലും, ദളിതരെ സംബന്ധിച്ചിടത്തോളം, പരിസ്ഥിതിയെ സംബന്ധിച്ചിടത്തോളം, ട്രാൻസ്ജെൻഡറിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള പദസൃഷ്ടികൾ നമുക്ക് വേണ്ടി വരുന്നു. അപ്പൊ പുതിയ പദങ്ങൾ കടന്നു വരുന്നത് പലപ്പോഴും ഇപ്പൊ വസ്തുക്കളുടെ കാര്യത്തിൽ നമുക്കറിയാം. വസ്തുക്കളുടെ കാര്യത്തിൽ പലപ്പോഴും നമ്മൾ മലയാള പദങ്ങൾ അന്വേഷിക്കാറില്ല. മിക്കവാറും പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ പുറംനാടുകളിൽ നിന്നാണ് വരിക. അത് ആ പേരോട് കൂടി തന്നെ കടന്നു വരിക, ആ പേര് നമ്മൾ സ്വാംശീകരിച്ച് നിലനിർത്തുകയാണ് ചെയ്യാറ്. തീർച്ചയായിട്ടും ഒരു ആശയം അതല്ലെങ്കിൽ ഒരു വസ്തു പ്രതിനിധാനം ചെയ്യുന്ന വാക്ക് എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പൊ പാപത്തറ എന്ന് പറയുന്ന വാക്ക് ഞാൻ സ്വീകരിച്ചത് ആ പ്രദേശത്ത് നിലനിന്നിരുന്ന പിന്നെ പെൺഭ്രൂണ ഹത്യകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ജീവിതാവസ്ഥയെ ചിത്രീകരിക്കാൻ ഏത് വാക്ക് ഉപയോഗിക്കണം എന്നറിയാത്തൊരു അമ്പരപ്പുണ്ടായിരുന്നു. അങ്ങനെയാണ് പാലക്കാടൻ പ്രദേശങ്ങളിലുള്ള ഊരുകൂട്ടങ്ങൾ അല്ലെങ്കിൽ തറകളെ, തറ എന്ന് പറയുന്ന വാക്ക്
അതുപോലെ പെണ്ണ് എന്ന് പറയുന്ന വാക്ക്, അതുപോലെ പാപം എന്ന് പറയുന്ന വാക്ക്, ഇതൊക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പാപത്തറ എന്ന് പറയുന്ന ആ ഒരു വാക്ക് ഉണ്ടാക്കിയത്. ചാവു നിലം, പാപത്തറ, അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഞാൻ വളരെ വളരെ അന്വേഷണങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് പിന്നെ കഥകളിൽ കൊണ്ടുവരികയുണ്ടായിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകത നമ്മുടെ തിരിച്ചറിവുകൾ നമുക്ക് തരുന്നതാണ്. തീർച്ചയായിട്ടും മലയാള ഭാഷയിലെ വലിയ അന്വേഷണത്തിന്, രാഷ്ട്രീയമായ അന്വേഷണത്തിന് സ്ത്രീപക്ഷ ചിന്ത കാരണമായിട്ടുണ്ട്. അത് ആ ഒരു കാലഘട്ടത്തിൽ മാത്രമല്ല, അത് തുടർന്നുകൊണ്ടിരിക്കുകയും ആണ്. അതിന് ഒരു പലരും ഈ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ചില പദങ്ങൾ ഉപയോഗിക്കാറില്ല, ചില പദങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടുണ്ട്. പകരം പദങ്ങൾ ഇല്ലെങ്കിൽ പോലും അത് എഴുതാതിരിക്കുക എന്നുള്ളത് പലരും ചെയ്യുന്നുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഇപ്പോൾ മലയാളത്തിൽ ചരിത്രത്തെ സൂചിപ്പിക്കാൻ അവന്റെ മാത്രം ചരിത്രം, അത് ചരിത്രം പുരുഷന്റെയാണ് എന്ന അർത്ഥം വരത്തക്ക വിധത്തിൽ പുരുഷനെ സൂചിപ്പിക്കുന്ന അവൻ എന്ന സർവനാമം കൊണ്ട് എല്ലായ്പ്പോഴും ചരിത്രത്തെ അടയാളപ്പെടുത്തിയിരുന്ന ശീലമാണ് മലയാള ഭാഷയ്ക്കുള്ളത്. അവന്റെ ചരിത്രം നിർമ്മിച്ചു, അല്ലെങ്കിൽ മനുഷ്യൻ അവന്റെ ഭാവി നിർണയിച്ചു എന്നൊക്കെ പറയുന്ന തരത്തിൽ സ്ത്രീയെയും പുരുഷനെയും ഉൾക്കൊള്ളും അവനെന്ന് പറയുന്ന വാക്ക് എന്ന അർത്ഥത്തിൽ വളരെ അനായാസമായിട്ടും അബോധമായിട്ടുമാണ് നമ്മൾ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു സ്ത്രീപക്ഷ ചിന്ത അല്ലെങ്കിൽ സ്ത്രീ വിമോചന ആശയം സമൂഹത്തിൽ സജീവ ചർച്ചയ്ക്ക് വിധേയമാകുന്നതോടുകൂടി ഇത്തരം പദങ്ങളൊക്കെ തന്നെ പരിശോധിക്കപ്പെടുന്നുണ്ടായിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് ഞാൻ ആ പെണ്ണെഴുത്തിന്റെ പ്രസക്തി എന്ന് പറയുന്ന ലേഖനത്തില് അവനവൻ എന്ന് പറയുന്നതിന് പകരം അവളവൻ എന്ന് ഉപയോഗിച്ചാൽ എന്താ എന്ന് പറയുന്ന ഒരു ചോദ്യം ചോദിക്കേണ്ടായിരുന്നു. ഇത് ഏറ്റെടുത്ത് കൊണ്ടുവന്ന് പ്രചരിപ്പിക്കുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ജീവിതത്തിന്റെ മാറ്റത്തിനനുസരിച്ചിട്ട് ഭാഷയും മാറും. ജീവിതത്തിൽ ആവശ്യമുള്ളതേ ഭാഷയിൽ നിലനിൽക്കുള്ളൂ, ജീവിതത്തിൽ ആവശ്യമില്ലാത്തത് ഭാഷയിലും ഉണ്ടാവാൻ ഇടയില്ല. അത് ഭൂതകാലത്തിലേക്ക് അണിയറയിലേക്ക് പിൻവാങ്ങി നിശബ്ദമാക്കപ്പെടുകയാണ് ചെയ്യുക ജീവിതത്തിൽ ഇല്ലാത്തതിനെ സൂചിപ്പിച്ച പദങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ത്രീ വിമോചന ആശയത്തിൽ അധിഷ്ഠിതമായിട്ട് സമൂഹം നിർമ്മിക്കപ്പെടുമ്പോൾ അതുവരെ നിലനിന്നിരുന്ന ഒരുപാട് പദങ്ങൾ അണിയറയിലേക്ക് പോകേണ്ടി വരും. പകരം പുതിയ പദങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടുള്ള ഒരു ആവശ്യം. പക്ഷെ പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭാഷ ഒരു ശീലമാകൊണ്ട് പുതിയ പദം ശീലിച്ചെടുക്കാൻ അല്ലെങ്കിൽ അതിനെ അംഗീകരിപ്പിച്ചെടുക്കാൻ ഒരുപാട് സമയം വേണ്ടി വരും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ അവളവൾ എന്ന് പറയുന്ന പദം പോലും അവനവന്റെ സ്ഥാനത്ത് ഉപയോഗിക്കാൻ ഇപ്പോഴും പലരും ശ്രമിക്കാറില്ല. അതുപോലെ വേശ്യ എന്ന പദം അനായാസമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളും ധാരാളം ഉണ്ട്. കന്യകയുടെ പുല്ലിംഗം ഉയർത്തിയ ചോദ്യം പോലെയുള്ള ചില ചോദ്യങ്ങൾ ഉയർത്തേണ്ട സന്ദർഭങ്ങളിൽ പദമില്ലാത്തതുകൊണ്ട് പകച്ചു പോകുന്ന ഒരവസ്ഥ എഴുത്തിൽ സ്ത്രീ അനുഭവിക്കുന്ന വലിയ പ്രശ്നമാണ്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ നിശബ്ദമാക്കപ്പെടുന്ന ഇടത്ത് ശബ്ദമുണ്ടാക്കാനായി പുതിയ വാക്കുകൾ ആവശ്യമാണ്. അതുപോലെ തന്നെ അവളെ അതിരുവൽക്കരിച്ചിരുന്ന സ്ഥലത്ത് അവളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ പുതിയ പദങ്ങളും പുതിയ ഭാഷയും ആവശ്യമാണ്. ഇത് തന്നെയാണ് ദളിത്തിന്റെ കാര്യത്തിലും നശിപ്പിക്കപ്പെടുന്ന പരിസ്ഥിതിയുടെ കാര്യത്തിലും ഒക്കെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ പെയിനായിട്ട്, വളരെ എന്താ പറയുക, ലളിതമായിട്ട് മലയാളത്തിൽ പെണ്ണെഴുത്തിന്റെ ആവശ്യമില്ല, ഭാഷയിൽ അങ്ങനെ വിവേചനമില്ല, അതല്ലെങ്കിൽ ദളിത് എഴുത്തിന്റെ ആവശ്യമില്ല, അങ്ങനെ വിവേചനം നിലനിൽക്കുന്നില്ല, മുഖ്യധാര എഴുത്ത് മാത്രം മതി എന്ന് പറയുമ്പോൾ നമ്മൾ കാണാതെ പോകുന്നത് അതിസൂക്ഷ്മമായ ഈ രാഷ്ട്രീയത്തെ. ഞാൻ മാത്രമാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംഗീതയോട് എനിക്ക് ചില ചോദ്യങ്ങളുണ്ട്. സംഗീത ശരിക്ക് 2 ഭാഷയിലും എഴുതുന്ന ഒരു കുട്ടിയാണ്. മലയാളമാണ് സംഗീതയുടെ മാതൃഭാഷ. പക്ഷേ മാതൃഭാഷയിലും അതോടൊപ്പം തന്നെ ഇംഗ്ലീഷിലും വളരെ അനായാസമായിട്ട് സംഗീത എഴുതുന്നു. ഇപ്പോൾ ശലഭം പൂക്കൾ എയ്റോപ്ലെയിൻ എന്ന് പറയുന്ന പുതിയ നോവലിലൊക്കെ മലയാള ഭാഷയുടെ തന്നെ ഒരു പുതിയ സ്വരം അല്ലെങ്കിൽ ഭാഷയുടെ വലിയൊരു സാധ്യത തുറന്നിടുന്നുണ്ട്. ഇതിലെ മലയാളത്തിൽ എഴുതുമ്പോഴാണോ ഇംഗ്ലീഷിൽ എഴുതുമ്പോഴാണോ വളരെ എന്താ പറയുക, സ്വന്തം എന്ന് തോന്നാവുന്ന ഒരു അനുഭവം ഉണ്ടാവാറുണ്ട്? അത് അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മുടെ മാതൃഭാഷ മലയാളമാണ്. അപ്പൊ തീർച്ചയായിട്ടും മലയാളത്തിൽ തന്നെയാണ് എപ്പോഴും മുൻതൂക്കം ഉണ്ടായിരിക്കും. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഒരു വിദേശ ഭാഷയാണ്, നമ്മൾ പഠിച്ചെടുക്കുന്ന ഒരു ഭാഷയാണ്. മറ്റേത് നമ്മളിങ്ങനെ ശീലിച്ചു വരുന്ന ഒരു ഭാഷയും പഠിച്ചെടുക്കുന്ന ഒരു ഭാഷയും തമ്മിലുള്ള ആ ഒരു അന്തരം എപ്പോഴും ഉണ്ടായിരിക്കും.
പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ എഴുതിയ ബുക്കുകളെക്കാളും ഞാൻ ഈ അടുത്ത് വിവർത്തനം ചെയ്ത പുസ്തകങ്ങളെ വെച്ച് ഈ ഒരു ആശയം പറയായിരിക്കും കുറച്ചും കൂടി എളുപ്പം തോന്നുന്നു. കാരണം എന്താ വെച്ചാല് പലപ്പോഴും മലയാള ഭാഷ നമുക്ക് നിരന്തരം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഒക്കെ ശരിയാണെങ്കിലും ചില അവസരങ്ങളിൽ മലയാള ഭാഷ പോരാതെ വരുന്ന ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ഈ ട്രാൻസ്ലേഷനിലാണ് ഞാനത് ഉപയോഗിച്ചിട്ടുള്ളത്. എന്റെ ആദ്യത്തെ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എലന ഫെറാന്റയുടെ ഡേയ്സ് ഓഫ് അബാൻഡൻമെന്റ് എന്ന ബുക്ക് ഞാൻ ഉപേക്ഷിക്കപ്പെട്ട ദിവസങ്ങൾ എന്ന പേരിൽ എഴുതി മൊഴി മാറ്റിയുണ്ടായി. ഈ പുസ്തകത്തില് ഇത് വളരെ കുലീനയായ ഒരു സാധാരണ വീട്ടമ്മ തന്റെ ഭർത്താവിനെയും കുട്ടികളെയും 2 മക്കളെയൊക്കെ നോക്കി ഇങ്ങനെ ജീവിച്ചു പോരുന്ന ഒരു വീട്ടമ്മ പെട്ടെന്ന് ഒരു ദിവസം ഭർത്താവ് കുറച്ചുകൂടി ചെറുപ്പക്കാർക്ക് വേണ്ടി, നമ്മുടെ സ്ഥിരം ഒരു കഥ, അവരെ ഉപേക്ഷിക്കുകയും പിന്നെ ഇറ്റലിയിലെ വല്ലാത്ത കാലാവസ്ഥയില് എല്ലാവരും നാട് വിട്ട് ദേശം വിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥയിൽ തന്റെ മക്കൾക്കൊപ്പം ഒരു വീട്ടിൽ അകപ്പെട്ടു പോവുകയും ചെയ്യുകയാണ്. ഈ സ്ത്രീ ഇതിനു മുൻപ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല, നമ്മൾ ഇതുവരെ പരിചയിച്ചിട്ടുള്ള ഒരു മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി ആവശ്യപ്പെടുന്ന ആ ഒരു മെയിൽ ഗേസിലൂടെ നോക്കുമ്പോൾ എങ്ങനെയായിരിക്കണം ഒരു സ്ത്രീ, അങ്ങനെയൊക്കെ ശീലിച്ചു വന്നിട്ടുള്ള സഭ്യതയുടെയും എല്ലാ നല്ല ഗുണങ്ങളുടെയും ഒരു ഉദാഹരണം പോലെയാണ് ഇത്രയും കാലത്തെ അവരുടെ ജീവിതം. പക്ഷെ പിന്നീട് ഭർത്താവ് ഉപേക്ഷിച്ചതിന് ശേഷം അതും ആ യാഥാർത്ഥ്യമായിട്ട് അവർ പൊരുത്തപ്പെടാൻ കുറെ സമയം എടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു പർട്ടിക്കുലർ പോയിന്റിൽ അവർക്ക് മനസ്സിലാവുകയാണ് ഇതൊക്കെയാണ് തന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്. പിന്നെ നോവൽ ഗതി മാറുന്നത് അവരുടെ ഭാഷയിൽ വരുന്ന വലിയ മാറ്റം കൊണ്ടാണ്. അതുവരെ സഭ്യമായി സംസാരിച്ചിരുന്ന സ്ത്രീ പെട്ടെന്ന് അവരുടെ ഭാഷ മാറുകയാണ്. അപ്പൊ ഭാഷയാണ് മനുഷ്യന്റെ ആവിഷ്കാരം മുഴുവൻ ഭാഷയിലാണ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നോവൽ ചെന്നെത്തുകയാണ്. തന്റെ സെക്ഷുവാലിറ്റിയും തന്റെ ലൈംഗിക അവയവങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് നേരിട്ടാണ്, ഒരു ദ്വയാർത്ഥ പദപ്രയോഗങ്ങൾ അങ്ങനെയൊന്നുമല്ല, വളരെ നേരിട്ട് പച്ചയ്ക്ക് ഓരോന്ന് വിളിച്ചു പറയാണ്. ഇവിടെ ഒരു പരിഭാഷകൾ ശരിക്കും പകച്ചു നിൽക്കുകയാണ്. നമ്മൾ ഏത് വാക്കെടുത്ത് ഇതിന് പകരം വെക്കും? പലപ്പോഴും നമ്മൾ ആശ്രയിക്കുന്നത് വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള, വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സംസ്കൃത പദങ്ങളെയാണ്. അപ്പൊ ഈ വാക്കുകളൊക്കെ തന്നെ ഭാഷയുടെ ആ ഒരു പോരായ്മയാണ്. ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കൃത്യമായിട്ടുള്ള മലയാള വാക്കുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് സാഹിത്യത്തിന് തന്നെ, ഇത് എന്ത് സാഹിത്യം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അതിനെ മാർജിനലൈസ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും നമ്മളുടെ സൊസൈറ്റി കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എപ്പോഴും ഏതൊരു സമൂഹത്തിലും കൾച്ചർ എന്ത് പങ്കുവഹിക്കുന്നു, എങ്ങനെയാണ് സംസ്കാരം, നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സംസ്കാരം ഒരു പെർട്ടിക്കുലർ വിഭാഗത്തിനെ അതിൽ നിന്ന് മാറ്റി നിർത്തുന്നത് എന്നുള്ളതിന് വളരെ ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു പുസ്തകം. ഏതൊരു വാക്കായാലും, ശരീര അവയവങ്ങളായാലും, അല്ലെങ്കിൽ അവളുടെ ദേഷ്യത്തിന് ഒരു ഭരണിപ്പാട്ട് പോലെ പൊട്ടിപ്പുറപ്പെട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റൊരാളുമായിട്ട് ലൈംഗിക വൃത്തിയിൽ ഏർപ്പെടുന്നുണ്ട്. അതിനെ മാറി നിന്നുകൊണ്ട് വളരെ പുച്ഛത്തോടുകൂടിയും വളരെ അറപ്പോടുകൂടിയും അതേസമയം ഒരു താല്പര്യം ഉണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തൊരു ഭാഷയിലും അതും ആവിഷ്കരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ തന്നെ മലയാളത്തിൽ നമ്മൾ പരിചയിച്ചിട്ടില്ലാത്ത ഡിക്ഷനുകളാണ്. ഈ ഡിക്ഷൻ ഒരു ട്രാൻസ്ലേറ്റർ എന്ന നിലയ്ക്ക്, കാരണം ഇപ്പോഴും ഒരു കൃതി മറ്റൊരു കൃതി നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഒരു അന്യ ഭാഷയെ, ഒരു സംസ്കാരത്തിനെ അവിടെ നിന്ന് നമ്മൾ കടത്തിക്കൊണ്ടുവന്ന് നമ്മുടേതാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടേതാക്കി മാറ്റുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരു സംസ്കാരത്തെ നമുക്ക് നമ്മളുടെ ആളുകളുടെ മുമ്പിൽ കാഴ്ചവെക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ പദപ്രയോഗങ്ങൾക്ക് തുല്യമായിട്ടുള്ള പദപ്രയോഗങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ഭാഷയ്ക്ക്, അവരുടെ വാക്കുകൾക്ക് തുല്യമായ വാക്കുകൾ നമ്മളുടെ കയ്യിൽ കൂടി ഉണ്ടെങ്കിലാണ് അതൊരു നല്ല ബിസിനസ് ഡീൽ പോലെ ആവുള്ളൂ. ഒരു ബാങ്ക് ഡെപ്പോസിറ്റ് പോലെയാണത്, അപ്പുറത്തും ഇപ്പുറത്തും വേണം, എങ്കിൽ മാത്രമേ അതൊരു നല്ല ഡീലായിട്ട് നിൽക്കുകയുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു പോരായ്മ മലയാള ഭാഷയിൽ എനിക്ക് ഈ കൃതി ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിൽ കുറെ കൂടി നല്ലൊരു ഉദാഹരണമായിട്ട് ഈ ഭാഷാ പ്രശ്നം കൈകാര്യം ചെയ്യുന്നത് ഇപ്പൊ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രിസ് ക്രൗസിന്റെ ഐ ലവ് ഡിക്ക് എന്ന പുസ്തകമാണ്. ഇത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഡിക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പുരുഷന്റെ പേരാണ്, ഒരു സബ്ജക്റ്റ് ആണ്. എന്നാൽ ഇതൊരു ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ ഇതൊരു ഒബ്ജക്റ്റ് ആയിട്ട് ഇതിനെ കാണുകയാണ്. ഒരു ഫീമെയിൽ ഫാന്റസി എങ്ങനെ ഒരു വൈകുന്നേരം മാത്രം കണ്ടിട്ടുള്ള ഡിക്ക് എന്ന മനുഷ്യനിലൂടെ ഒരു ഫീമെയിൽ ഫാന്റസി എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ക്രിസ് ക്രൗസ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് പബ്ലിഷ് ചെയ്തിരുന്ന കാലഘട്ടത്തിൽ അത്രയൊന്നും അതിനൊരു പ്രചാരം ലഭിച്ചിരുന്നില്ല, ഒരു അക്സെപ്റ്റൻസി അന്ന് ഉണ്ടായിരുന്നില്ല. പിന്നെ ഫെമിനിസം ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് വളരെയധികം ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫെമിനിസം ഒരിക്കലും മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കുന്നില്ല, പക്ഷെ ഓരോ ഘട്ടങ്ങളിലും അതിങ്ങനെ പല രീതിയിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ 4-5 വർഷങ്ങളായിട്ട് പല മേഖലകളിലും നമ്മളിത് വളരെ ശക്തമായി കാണാൻ തുടങ്ങുമ്പോൾ ഒരു റീറീഡിംഗ് ഓഫ് ഐ ലവ് ഡിക്ക് സാധ്യമാവാണ് ഇവിടെ. അപ്പൊ എന്താണ് ഐ ലവ് ഡിക്കിലെ ക്രിസ് ക്രൗസ് പറയാൻ ആഗ്രഹിക്കുന്നത്? ഇത്
ഒരു ഫീമെയിൽ ഫാന്റസി എന്നുള്ളതിനപ്പുറത്ത് ഇപ്പൊ പലപ്പോഴും ഞാൻ അത്ഭുതപ്പെട്ടിട്ടുള്ള ഒരു കാര്യം, ഞാനൊരു എഴുത്തുകാരി ആവുന്നതിന് മുൻപ് തന്നെ അല്ലെങ്കിൽ എഴുതണമെന്ന് ആഗ്രഹിക്കുന്നതിന് മുമ്പ് തന്നെ പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് പല മെയിൽ എഴുത്തുകാരും ഇങ്ങനെ പറയാറുണ്ട്, എന്താണ് പെണ്ണുങ്ങൾ എഴുതിയല്ല, അത് ഇത്രയ്ക്കേ കാര്യമുള്ളൂ. ആ രീതിയിലുള്ള ഒരു സംസാരം പലരുടെയും ഭാഗത്തുനിന്ന് കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എന്താണ് ഇവരിങ്ങനെ പറയുന്നത്? കാരണം ഞാൻ വളർന്നു വരുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അമ്മ ഒരുക്കുന്ന വളരെ കൃത്യമായിട്ടുള്ള, അല്ലെങ്കിൽ പൊളിറ്റിക്കലി കറക്റ്റ് അല്ല, അങ്ങനെ അതൊന്നുമല്ല, ഇവിടെ വളരെ കൃത്യമായിട്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉള്ള ഒരു ഈക്വാലിറ്റി ഉള്ള ഒരു ബേസിൽ നിന്നാണ് ഞാനൊക്കെ വളർന്നു വരുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, എന്തുകൊണ്ട് പെണ്ണെഴുതുമ്പോൾ ഇങ്ങനെ ഒരു മാർജിനലൈസേഷൻ വരുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോഴും മനുഷ്യന്മാർ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്നുള്ളതൊരു വലിയ ഒരു സംശയം എനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കാര്യം, ഈ ഒരു യാഥാർത്ഥ്യം നമുക്ക് ചുറ്റുമുണ്ട്. ഇത് തന്നെയാണ് ക്രിസ് വീണ്ടും പറയുന്നത്. പക്ഷെ നമ്മൾ നോക്കണം, ലോകത്തിലെ ഏറ്റവും മഹത്തായ സാഹിത്യ കൃതികളിൽ ഒന്നായിട്ട് പറയുന്നത് 11ാം നൂറ്റാണ്ടിലെ ആദ്യ കൃതികളിൽ ഒന്നുകൂടിയാണത്. 11ാം നൂറ്റാണ്ടിലെ ജാപ്പനീസ് സാഹിത്യത്തിൽ ഉണ്ടായിട്ടുള്ള ഗെഞ്ചി മൊനഗതാരി. അത് അവിടെ ഒരു കോർട്ടിസാൻ, അവിടുത്തെ ഒരു ലേഡി ഇൻ വെയിറ്റിംഗ് ആയിട്ടുള്ള ലേഡി മുറാസാക്കി എഴുതിയിട്ടുള്ളതാണ്. അങ്ങനെ ഒരുപാട് അനവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്നിട്ടും ഈ ഒരു മനോഭാവം ഈ ഒരു കൾച്ചർ മേക്കിങ്ങിൽ നിന്ന് മാറുന്നില്ല. അതുകൊണ്ട് ബാക്കി ഇത്രയും ഗംഭീരമായിട്ടുള്ള ഉദാഹരണങ്ങളൊക്കെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് വീണ്ടും ആ ഒരു മെയിൽ ഗേസിലൂടെ തന്നെയാണ് സൊസൈറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ് ക്രോസും പറയുന്നത് ഇതാണ്. ക്രിസ് ക്രോസ് ഐ ലവ് ഡിക്ക് എന്ന കഥയില് തന്റെ ഡിക്കിനോടുള്ള പാഷനിലൂടെ, അല്ലെങ്കിൽ തനിക്ക് ഡിക്കിനോട് തോന്നുന്ന ആ ഒരു ഫാന്റസിയിലൂടെ ഒരുപാട് കത്തുകൾ എഴുതുകയാണ്. ഈ ഡിക്ക് എന്ന് പറയുന്ന മനുഷ്യൻ അവസാനം വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ അറിയ പോലും ഇല്ലല്ലോ. അങ്ങനെ അറിയ പോലും ഇല്ല, അത്രയും പ്രസക്തതയേ ഉള്ളൂ അയാൾക്ക്. അയാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലാങ്ക് സ്റ്റേറ്റില് ക്രിസിന്റെ മനസ്സിലൂടെ നമ്മൾ കാണുകയാണ്. അപ്പൊ അറിയ പോലും ഇല്ലാത്ത ഒരു മെയിൽ ഫാന്റസിയെ, പ്രത്യേകിച്ചും ഡിക്ക് എന്ന് പേരിട്ട് വിളിക്കുന്ന ആ ഒരു മെയിൽ ഫാന്റസിയിലൂടെ അവിടെ കഥാകൃത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് സ്ത്രീ കലയിലും സാഹിത്യത്തിലും എല്ലാം നിന്നും സ്ത്രീ മാർജിനലൈസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. വളരെ കൃത്യമായിട്ട് പല ഉദാഹരണങ്ങളും കൊണ്ടുവരുന്നുണ്ട്. 1970s-ലും 80s-ലും ഉണ്ടായിട്ടുള്ള ഹോട്ട് മെയിൽ ബിംബങ്ങളെ അവർ അവതരിപ്പിക്കുന്നുണ്ട്. നമുക്ക് സ്ത്രീ ഹോട്ട് ചിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പ്രയോഗങ്ങളാണ് നമുക്ക് ഇവിടെ പരിചിതമായിട്ടുള്ളത്. പക്ഷെ അതൊക്കെ തന്നെ നേരെ തിരിച്ചിട്ടുകൊണ്ട് വളരെ രസകരമായ രീതിയിൽ അവർ അവതരിപ്പിക്കുകയാണ്. ഈ കഥ മുഴുവൻ അങ്ങനെയാണ് പോകുന്നത്. അവർ പറയുന്നുണ്ട്, സ്ത്രീകൾ എഴുതുമ്പോൾ അതെപ്പോഴും ഒന്നുകിൽ അതൊരു ഫീമെയിൽ വേർഷൻ റൈറ്റിംഗ് ഫെമിനിസം എന്നോ, അതല്ലെങ്കിൽ തന്നെ അതിനൊരു തരം എന്താ പറയുക ഒരു കൊളാബറേറ്റഡ് വർക്ക് എന്നോ ആ രീതിയിലൊക്കെയാണ് മാറ്റി നിർത്താനാണ് എപ്പോഴും സമൂഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് വ്യത്യസ്തമായി ഒരു പെണ്ണ് അവളുടെ മനസ്സിനെ ആവിഷ്കരിക്കുകയാണ്. ഒരു പെണ്ണ് അവളുടെ മനസ്സിനെ ആവിഷ്കരിക്കുമ്പോൾ അതിന് യാതൊരു നിയന്ത്രണങ്ങളും ഇല്ല. ഇവിടെ രസകരം എന്ന് പറയാവുന്നത്, ഒരു വൈകുന്നേരം കാണുന്ന ഒരാളെ പ്രണയിക്കുകയും അയാളോട് കത്തെഴുതുകയും ചെയ്യുകയാണ് ക്രിസ്. ഒപ്പം കൂട്ടുചേരുകയാണ് തന്റെ ഭർത്താവായിട്ടുള്ള സിൽവേർ. അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ഈ ഒരു ഫാന്റസിയിലൂടെ ക്രിസ് ഭാഷ തന്നെ പൊളിച്ച് എഴുതുകയാണ്. ഇതുവരെ ഉണ്ടായിരുന്ന ഭാഷാ കോൺസെപ്റ്റുകളെ പൊളിച്ചെഴുതുകയാണ്. ഇത്രയും കാലം നമ്മൾ കണ്ടിരുന്ന ആ മെയിൽ ഗേസിലൂടെയുള്ള നോട്ടത്തിന് തന്നെ ഒരു വൈഫായി ചുരുങ്ങാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതിന്റെ ഒരു പ്രഖ്യാപനം കൂടിയാണ് ഈ പുസ്തകം. ഒരു വെറും ഭാര്യയായി ചുരുങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ എന്റെ കാഴ്ചകൾക്ക്, എന്റെ കോൺസെപ്റ്റുകൾക്ക് യാതൊരു തരത്തിലുള്ള ആ ഒരു കടിഞ്ഞാണുകളോ അല്ലെങ്കിൽ നിങ്ങൾ അതിനൊന്ന് ഹാർനസ് ചെയ്ത് അതിനകത്താക്കാനായിട്ട് ആരും ശ്രമിക്കേണ്ട എന്നുള്ള ഒരു ഉറക്കെയുള്ളൊരു പ്രഖ്യാപനം കൂടിയാണ് ഐ ലവ് ഡിക്ക് എന്ന ഈ ഒരു പുസ്തകം. എനിക്ക് തോന്നുന്നു ഈ മോഡേൺ ഫെമിനിസ്റ്റ് ക്ലാസിക് സാഹിത്യ വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ചും ഫെമിനിസം പോലുള്ള ശാഖകളൊക്കെ എടുത്ത് പഠിക്കുകയോ ഗവേഷണം ചെയ്യുകയോ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വളരെയധികം സഹായപ്രദമായ ഒരു പുസ്തകം കൂടിയാണ് ഐ ലവ് ഡിക്ക് ആയാലും എലന ഫെറാന്റയുടെ മറ്റേ ഡേയ്സ് ഓഫ് അബാൻഡൻമെന്റ് എന്ന പുസ്തകമായാലും. ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഇപ്പോ ശരിക്കും നമുക്ക് മലയാളത്തില് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഈ രണ്ട് പുസ്തകങ്ങളിൽ കൈകാര്യം ചെയ്യുന്ന സ്ത്രീ മനസ്സിന്റെ സ്വതന്ത്രമായിട്ടുള്ള ആവിഷ്കാരത്തെ, അതിൽ പ്രത്യേകിച്ചും അതിൽ ഊന്നൽ വരുന്നത് ലൈംഗിക സദാചാരത്തിന്റെ പ്രശ്നമാണ്. ഈ ലൈംഗിക സദാചാരത്തിന്റെ പ്രശ്നത്തെ ആ ഒരു ഏരിയ കൈകാര്യം ചെയ്യാൻ തത്തുല്യമായിട്ടുള്ള പദങ്ങൾ നമുക്ക് ഇല്ലാന്ന് സംഗീതം സൂചിപ്പിക്കുന്നു. പകരം അത്തരം സന്ദർഭങ്ങളില് നമ്മുടെ സൂത്രത്തിൽ രക്ഷപ്പെടുകയാണ് ചെയ്യുക. പ്രത്യേകിച്ച് ഇപ്പൊ ഒരു സ്ത്രീയുടെ ലൈംഗിക അവയവത്തെ പറ്റി പറയണമെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിനെയോ സംസ്കൃതത്തെയോ ആശ്രയിക്കണം. നമുക്ക് സന്തോഷമായി സമാധാനമായി, അല്ലെ? ചന്തി എന്ന് നമ്മൾ പറയില്ല, ജഖനം എന്ന് പറഞ്ഞാൽ നമുക്ക് ആശ്വാസമായി. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ ഒരു ചേഞ്ച് വന്നിട്ടുള്ളത്, പ്രത്യേകിച്ച് ഇപ്പോ നമ്മുടെ വ്യവഹാര ഭാഷ, അതായത് നിത്യം നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഭാഷ,
അതിനപ്പുറത്ത് നമ്മുടെ ഉയർന്ന സാഹിത്യ ഭാഷ. ഇപ്പോൾ വലിയ ഒരു മാറ്റം ഞാൻ കാണുന്നത് സോഷ്യൽ മീഡിയയിലെ ഭാഷയാണ്. സോഷ്യൽ മീഡിയയിൽ സ്ത്രീകൾ കൈകാര്യം ചെയ്യുന്ന ഭാഷയ്ക്ക് ഇതുവരെ ഉണ്ടായിരുന്ന അതിർവരമ്പുകളുടെ വിലക്കുകൾ ഇല്ലാതെയാവുന്നില്ലേ? വിലക്കുകളില്ലാത്ത ഒരു ഭാഷ. അത് നമ്മൾ തെറി പറയാൻ വേണ്ടിയിട്ട് ഒരു രീതിയുണ്ട്. അപ്പൊ ഞാനിപ്പോ എനിക്ക് അതൊരു സ്റ്റൈലാക്കുന്നതിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ എന്റെ ഒരു ഓരോരുത്തരുടെയും കാഴ്ചപ്പാടാണ്. ഇപ്പം തെറി പറയാൻ വേണ്ടി തെറി പറയുകയും അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മളെ എക്സ്പ്രസ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലിരിക്കും. ഒരുപക്ഷെ ചിലപ്പോൾ ഞാനൊന്നും എനിക്ക് തോന്നുന്നില്ല വെറുതെ അനാവശ്യമായിട്ട് സോഷ്യൽ ഒരു സ്പേസിൽ വന്ന് തെറി പറയുമെന്ന് എനിക്ക് എന്നെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. മറ്റുള്ളവരുടെ കാര്യം എങ്ങനെയായാലും എനിക്ക് അതെന്നെ ബാധിക്കുന്ന വിഷയമല്ല. ചിലർക്ക് തെറി പറയാൻ തോന്നുന്നുണ്ടാവും, ചിലർക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവുന്നില്ല. അതൊന്നും എന്നെ സംബന്ധിച്ചുള്ള വിഷയമല്ല. സാഹിത്യത്തിൽ ഞാൻ പറയുന്നത് ഇവിടെ എല്ലാം നഷ്ടപ്പെട്ട ഒരു സ്ത്രീ പെട്ടെന്ന് തെറി മയാണ്, ഒരു ഭരണിപ്പാട്ട് പോലെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ കേൾക്കുന്ന ശരിക്കും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ സ്ത്രീയുടെ സഭ്യത ലംഘിച്ചുകൊണ്ട് തെറിയിലേക്ക് പോവുകയാണ്. അതവിടെ ഒരു അനിവാര്യതയാണ്. അവിടെ ഒരിക്കലും നമുക്ക് പോളിഷ്ഡ് ആയിട്ടുള്ള പദങ്ങളോ പറയാൻ വേണ്ടി പറയുമ്പോൾ എപ്പോഴും അത് മുഴച്ചു നിൽക്കും. അപ്പൊ ലാസ്റ്റ് ഒരു ചോദ്യം കൂടി ഞാൻ നമ്മോട് ചോദിക്കാം. അതായത് ബുധിനി ഇപ്പൊ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ഇംഗ്ലീഷിലേക്ക്. അപ്പം ബുധിനിയുടെ യാത്രയിലും ഞാൻ കൂടെ ഉണ്ടായിരുന്നു. അതൊരു സാന്താൾ ഗോത്ര വിഭാഗമാണ്. അപ്പൊ ആ ഭാഷ മലയാളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ, പരിചിതമല്ലാത്ത ആ ഒരു ദേശത്തിന്റെ ഭാഷ മലയാളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം? എന്തായിരുന്നു? ഒരു മാർജിനലൈസ് ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു മാർജിനലൈസ് ചെയ്യപ്പെട്ട ഒരു ജനവിഭാഗത്തിന് മുഴുവൻ, പ്രകൃതിയെ മുഴുവൻ തള്ളി മാറ്റുന്ന ഒരവസ്ഥയാണ് ബുധിനി എന്ന നോവൽ ചിത്രീകരിക്കുന്നത്. അവിടെ ഭാഷ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ എങ്ങനെയായിരുന്നു ഈ ഒരു ഭാഷയെ മലയാളത്തിലേക്ക് കടത്തിക്കൊണ്ടുവരാനായിട്ട്? ഈ മാർജിനലൈസ് ചെയ്യപ്പെട്ട ഒരു സ്ത്രീയായാലും ജനവിഭാഗങ്ങളായാലും ഗോത്രവിഭാഗങ്ങളായാലും ഒക്കെ എല്ലാ സ്ഥലത്തും ഒരേ അനുഭവമാണ്, ലോകത്തിൽ മുഴുവനും തന്നെ. ആ അനുഭവത്തിന്റെ ആവിഷ്കാരമാണ് നോവലിലേക്ക് കടന്നു വരുന്നത്. പക്ഷെ ഒരു ജനതയെ അറിയുക എന്നുള്ളത് ഒരു നോവലിന്റെ എഴുത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജനതയെ അറിയാൻ അവരുടെ ഭാഷയാണ് ഏറ്റവും ശരിയായിട്ടുള്ള ഉപാധി. പക്ഷെ ഇവിടെ ഒരു ബ്ലോക്കാണ്. നമുക്ക് അവരുടെ ഭാഷയിലൂടെ അവരെ മനസ്സിലാക്കാനുള്ള കഴിയില്ല. ആ ഗോത്രവർഗത്തിന്റെ ഭാഷ, സാന്താൾ ഭാഷ പഠിച്ചറിയുക അത് എളുപ്പമായിരുന്നില്ല. പക്ഷെ കുറേയൊക്കെ അതിനുള്ളൊരു ശ്രമം എൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ടായിട്ടുണ്ട്. പിന്നെ നമുക്ക് ട്രാൻസ്ലേഷൻസ് ആണ് ആശ്രയിക്കാനുണ്ടായിരുന്നത്. പിന്നെ ഭാഷയ്ക്കൊക്കെ അപ്പുറത്തുള്ള മനുഷ്യാനുഭവങ്ങളുടെ ഒരു തരം ഭാഷ ആവശ്യമില്ലാത്തൊരവസ്ഥ. അതാണ് ബുധിനിയുടെ എഴുത്തിൽ എനിക്ക് ഉണ്ടായ വലിയൊരു നേട്ടം. ഞാനും ബുധിനിയും, അല്ലെങ്കിൽ എല്ലാ സ്ത്രീകളും ബുധിനിയും ഒന്നാണ്. ബുധിനി എൻ്റെ രാജ്യമാണ് എന്ന് പറയുന്നത് തോന്നുന്നത്. അപ്പോൾ ആ രാജ്യത്തിന് ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ ബഹുസ്വരത, ഭാഷാ വൈവിധ്യം, ഇതൊക്കെ ഉള്ളപ്പോഴും ഒരു ഇന്ത്യൻ സ്ത്രീയുടെ അനുഭവം എന്ന് പറയുന്ന ആ ഒരു പൊതുവായ കാര്യം ചിത്രീകരിക്കുക, അതാണ് ബുധിനിയിൽ സാധ്യമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സന്താൾ പാട്ടുകൾ, ഒരുപാട് പാട്ടുകളുടെ കുറേയധികം പാട്ടുകൾ അതിൽ കടന്നു വരുന്നുണ്ട്. ഈ പാട്ടുകൾക്കൊക്കെ ട്രാൻസ്ലേഷൻ തന്നെയാണ് ആശ്രയിച്ചത്. പക്ഷേ ഞാൻ ആ പാട്ടുകൾ ഇപ്പൊ ടെക്നോളജിയുടെ ഒരു വലിയ സാധ്യതയൊക്കെ ഉള്ളതുകൊണ്ട് യൂട്യൂബിലും ഒക്കെ ആ പാട്ടുകൾ ഇന്ന് നിരന്തരം കേൾക്കുമായിരുന്നു. അവരുടെ നാടകങ്ങൾ ഞാൻ കാണുമായിരുന്നു, പെർഫോമൻസുകൾ കാണുമായിരുന്നു. അങ്ങനെ അവരുടെ ഒരു ജീവിത രീതികളുമായിട്ടും അവരുടെ ഭാഷ, അതെനിക്ക് ശബ്ദം മാത്രമാണ്, അർത്ഥത്തോടു കൂടിയിട്ടുള്ള ഒരു ഭാഷാ പരിചയമല്ല അത്. ആ ശബ്ദം കേൾക്കുക എന്നുള്ളത് ഈ നോവലിലുടനീളം ഞാൻ ദീക്ഷിച്ചൊരു കാര്യമാണ്. നോവൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു പാട്ട് അതിൻ്റെ പിന്നിൽ ഇങ്ങനെ വെക്കുക എന്നുള്ളത് ഞാൻ ചെയ്തൊരു കാര്യമാണ്. കാരണം ആ പാട്ടിൻ്റെ ഈണം എൻ്റെ നോവലിൻ്റെ ഭാവം രൂപീകരിക്കുന്നതിന് എനിക്ക് വളരെയധികം സഹായകരമായിരുന്നു. അത് ഓരോ സന്ദർഭത്തിലും ഓരോന്നായിരുന്നു. അതുപോലെ തന്നെ പിന്നെ അവരുടെ കുറച്ച് ചെറിയ ചെറിയ സിനിമകൾ, പിന്നെ സാധാരണ ഭാഷയിലുള്ള സിനിമകളുണ്ട്, ഡോക്യുമെൻ്ററികളുണ്ട്, അതുപോലെ നാടകങ്ങളുണ്ട്. ഇതൊക്കെ ഞാൻ ഒന്നുപോലും വിടാതെ കണ്ടുകൊണ്ടിരുന്നു എന്നുള്ളതാണ് അതിലെനിക്ക് സഹായകരമായ ഘടകം. അപ്പോൾ ഒരു ഭാഷയെ എത്തിപ്പിടിക്കാനുള്ള ഒരു ശ്രമം എന്നുള്ളത് ലഭ്യമായ ഉപാധികൾ എല്ലാം വെച്ചുകൊണ്ട് ഞാൻ ചെയ്തു എന്നുള്ളതാണ്.
എനിക്കതിൽ പറയാനുള്ളത്. സമയം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഒന്ന് വൈൻഡപ്പ് ചെയ്തോളൂ. അല്ല, അത് അവസാനിപ്പിക്കാൻ മലയാളം മിഷന്റെ പ്രവർത്തനങ്ങൾ ഇന്ത്യയിലുടനീളവും പുറം രാജ്യങ്ങളിലും വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എവിടെ പോയാലും മലയാളം മിഷന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ചെറിയ ഗ്രൂപ്പിന് നമുക്ക് കാണാൻ സാധിക്കും. സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ മലയാളം മിഷന്റെ ഒരു സാധ്യത ചെന്നെത്തുന്നുണ്ട്. പ്രാദേശിക ഭാഷ ഇംഗ്ലീഷ് മാത്രം മനസ്സിലാക്കി ഒന്ന് മലയാളി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മാതൃഭാഷയുടെ കരുത്ത്, മാതൃഭാഷയുടെ സാധ്യത അത് അവരിലേക്ക് എത്തിക്കാൻ, മലയാളം പഠിക്കാൻ, മലയാളത്തിലൂടെ അറിവ് പകരാൻ ഒക്കെ വേണ്ടി മലയാളം മിഷൻ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളുടെ ഏറ്റവും സന്തോഷം നിറഞ്ഞ അഭിവാദ്യം.